ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. പരിശുദ്ധ നോമ്പിന്റെ ശ്രേഷ്ഠമാകുന്ന ദിവസങ്ങളിലൂടെയാണല്ലോ നമ്മളുടെ യാത്ര. എന്തിനാണ് നാം നോമ്പ് നോക്കുന്നത്? ഈ ചിന്ത പങ്കുവച്ചുകൊണ്ടാണ് പരിശുദ്ധ നോമ്പ് ആരംഭിക്കുന്നത് തന്നെ. ശുഭകോനോ ശുശ്രൂഷയിൽ പരസ്പരം നിരപ്പിന്റെയും സമാധാനം നൽകേണ്ടതിന്റെയും ആവശ്യകതയെ നമ്മെ സൂചിപ്പിക്കുന്നു. എല്ലാ വിശുദ്ധ കുർബാനയിലും നാം പാടുന്നത് പോലെ അന്യോന്യം ശ്ലോമോ നൽകി. എന്തിനു വേണ്ടി? കർത്താവിൻ ശ്ലോമോ നമ്മിലേക്ക് ഉണ്ടാകുവാൻ, ദൈവിക സമാധാനം നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഉണ്ടാകുവാനും നാം ദൈവത്തെ പോലെ ആയിത്തീരുവാനും തക്കവണ്ണം നോമ്പ് കാലം ഇടയാകണം, നോമ്പിലൂടെ സാധിക്കണമെന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അത് പരിശുദ്ധ ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് തമ്പുരാൻ തന്നെ പറഞ്ഞിട്ടുമുണ്ടല്ലോ. നീ ബലി കഴിക്കുവാൻ തക്കവണ്ണം പോകുമ്പോഴും ആരോടെങ്കിലും നിരപ്പാകുവാൻ തക്കവണ്ണം ഉണ്ടെങ്കിൽ ബലി അവിടെ വെച്ചിട്ട് പോയി അവനോട് ക്ഷമ ചോദിച്ച് തിരികെ വരുവാൻ തക്കവണ്ണം പറയുമ്പോൾ നാം ദൈവത്തെ പോലെ ആകുവാൻ തക്കവണ്ണം എത്രമാത്രം ഇനിയും യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് ഈ നോമ്പ് നമ്മെ പഠിപ്പിക്കുന്നു. രണ്ടാമതായി നോമ്പ് പഠിപ്പിക്കുന്നതായ പാഠം, ആദ്യ അത്ഭുത പ്രവൃത്തിക്ക് ശേഷം നാം കാണുന്ന ഓരോ ആഴ്ചകളിലെയും സംഭവങ്ങൾ ചേർത്ത് പിടിക്കലിൻ്റെയും ആരോരുമില്ലാത്തവരെ കരുതുന്നതിൻ്റെയും പാഠമാണ്. കുഷ്ഠരോഗിയുടെ അനുഭവമാണെങ്കിലും തളർവാദ രോഗിയാണെങ്കിലും മുൻപോട്ട് കടന്നു വരുന്ന ഓരോ ആഴ്ചകളും സമൂഹം മാറ്റി നിർത്തിയവരെ ചേർത്ത് പിടിക്കുന്ന ദൈവിക ഭാവത്തെ നാം അവിടെ കാണുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും ആ ഭാവം ഈ നോമ്പിലൂടെ കൈക്കൊള്ളുവാൻ നമുക്ക് സാധിക്കണം. മൂന്നാമതായി, എങ്ങനെയാകണം നോമ്പ് നോക്കണം എന്ന് ചിന്തിച്ചാൽ, നോമ്പിന്റെ നമസ്കാരത്തിൽ വ്യാഴാഴ്ച 9-ാം മണിയിൽ നാം പാടുന്നുണ്ട്, ദുഷ്ചിന്തയെ വെടിയണം ആത്മം, ദുഷ്ടവിചാരങ്ങളെ ആത്മം വർജിക്കുന്നില്ലെങ്കിൽ വ്യർത്ഥമഹോ ഭക്ഷണ നോമ്പേറ്റം. നാം പലതരത്തിലുള്ളതായ ഭക്ഷണത്തെ വെടിഞ്ഞ് നോമ്പ് ആചരിക്കുമ്പോൾ നാം എന്തു പറയുന്നു, എങ്ങനെയായിരിക്കുന്നു എന്നതും ഇതിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. തീർച്ചയായിട്ടും ആത്മാവിനെ ശുദ്ധീകരിച്ചുള്ളതായ ഒരു നോമ്പ് നമുക്ക് നോമ്പുകാലം ആയിത്തീരുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങൾ നമുക്കിടയാകട്ടെ. അപ്രകാരം മറ്റുള്ളവർക്ക് മാതൃകയാകുവാൻ തക്കവണ്ണം സാധിക്കട്ടെ. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.